പ്രണയസഖി ഭാഗം 12. പരസ്പരം ഒന്നും സംസാരിക്കാതെ പൂജ ഗൗതമിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. തൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറയാതെ ഒരുമിച്ചുള്ള ജീവിതം ഒരിക്കലും നല്ലതാകില്ലെന്ന് അവൻ പറഞ്ഞതോടെ മനസ്സിന് ആകെ ഒരു സമാധാനക്കേടാണ്. അവൻ എന്തായിരിക്കും ഉദ്ദേശിച്ചതെന്ന് അവൻ്റെ നാവിൽ നിന്ന് അറിയാൻ പ്രയാസമാണ്. ഒന്നും വിട്ടു പറയാതെ അവനും തന്നെ ചുറ്റിക്കുകയാണ്. എന്താടി, നിന്റെ വായിൽ നാക്കിറങ്ങിപ്പോയോ? കുറച്ചു മുന്നേ വരെ വലിയ നാക്കിൻ തൻ്റെയിടവുമായിരുന്നല്ലോ എൻ്റെ മുന്നിൽ നിനക്ക്. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? എങ്കിൽ നിനക്ക് തന്നെ അറിയാം, നീ ഒളിപ്പിക്കുന്ന കള്ളത്തരങ്ങൾ അധിക ദിവസം മുന്നോട്ടു പോകില്ലെന്ന്. കള്ളത്തരമോ? എന്ത് കള്ളത്തരം? നിങ്ങൾക്കെപ്പോഴും എൻ്റെ മേൽ സംശയമാണ്. 24 മണിക്കൂറും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയല്ലേ, പിന്നെ എന്ത് കള്ളത്തരം കാണിക്കാനാ ഇതിനിടയ്ക്ക്? അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? പൂജയ്ക്ക് എൻ്റെ മുഖത്ത് നോക്കി നടപ്പ് നിർത്തി അവൾക്ക് നേരെ തിരിഞ്ഞു നിന്ന് ഇടുപ്പിൽ കൈകുത്തി നിൽക്കുന്നവൻ്റെ ചോദ്യത്തിനു മുന്നിൽ പൂജയ്ക്ക് ഒരു നിമിഷം ഉത്തരം മുട്ടിപ്പോയി. അവളുടെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ നിൽക്കുവാണ് പൂജ. കിരണിനെ അവസാനമായി കണ്ട ദിവസം ഗൗതം ഒരിക്കലും തങ്ങളെ കണ്ടിട്ടില്ല. ഗൗതമല്ല, ആരും കാണാൻ വഴിയില്ല. അത്രയും ശ്രദ്ധിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവനെ കണ്ടിട്ട് തിരികെ വന്നതും അത്രയും ശ്രദ്ധയോടെ തന്നെയാണ്. പക്ഷെ ഗൗതമിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അവൻ എന്തൊക്കെയോ അറിഞ്ഞതുപോലെ. നീ കൂടുതൽ ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം പൂജ. കല്യാണത്തിന് മുൻപ് നീ എങ്ങനെയായിരുന്നു എന്നതെനിക്കൊരു വിഷയമല്ല. പക്ഷേ എൻ്റെ താലി നിൻ്റെ കഴുത്തിൽ വീണ നിമിഷം മുതൽ നീ എന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും ചതിക്കുവാണെന്ന് ഞാൻ അറിഞ്ഞാൽ. അവൾക്ക് നേരെ വിരൽ ചൂണ്ടിയവൻ താക്കീതോടെ പറഞ്ഞതും പൂജയുടെ നെഞ്ചിടിപ്പുയർന്നു. ഉള്ളിലെ കള്ളം അവന് മുന്നിൽ മറയ്ക്കാൻ അവൾ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു. ഈ നിമിഷം മുതൽ ഇനി അങ്ങോട്ട് കാലിൽ മുള്ളു കയറിയതുപോലെയാണ് ഗൗതമിൻ്റെ കൂടെയുള്ള തൻ്റെ ജീവിതം. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ഭയത്തോടെ കിരണിനെ കാണാൻ പോയ കാര്യം അവൻ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ള പേടിയോടെ ഓരോന്നും ചിന്തിച്ചു. പൂജയ്ക്ക് ഈ കുരുക്കിൽ നിന്നൊക്കെ എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ തോന്നി. ആഗ്രഹിച്ച സമയത്ത് വരാത്ത കാമുകനും എങ്ങനെ തൻ്റെ ഭാഗം പറഞ്ഞു മനസ്സിലാക്കിയാലും തന്നെ ഒരിക്കലും മനസ്സിലാക്കാനിടയില്ലാത്ത ഒരുവനും തൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുണ്ട്. ആലോചനയോടെ നിൽക്കുന്നവളെ ഒന്ന് നോക്കിയിട്ട് അവനൊന്ന് അടങ്ങി. ചുറ്റിനും ആരെങ്കിലും അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കി. അല്ലേ തന്നെ ആളുകൾക്ക് അത്ര നല്ല അഭിപ്രായം ഒന്നും കാണില്ല. അതിൻ്റെ കൂടെ വഴക്കാണെന്ന് കൂടി കണ്ടാൽ പിന്നെ അത് മതി പല കഥകൾ പാടി നടക്കാൻ. അല്ലേ തന്നെ തന്നെക്കുറിച്ച് നാട്ടിൽ അത്ര നല്ല അഭിപ്രായമൊന്നുമല്ലല്ലോ. അതും തനിക്കും കുടുംബത്തിനും നാണക്കേട് കൂടിയാണ്. നടക്കങ്ങോട്ട്. ഇനി ഇവിടെ നിന്ന് നിൻ്റെ കണ്ണീര് കണ്ടിട്ട് വേണം ഞാനൊരു ദുഷ്ടനാണെന്നൊക്കെ നിൻ്റെ നാട്ടുകാർ പറയാൻ. സത്യാവസ്ഥ കുറച്ചൊക്കെ അവർക്കറിയാമെങ്കിലും അവനൊരു പരിഹാസത്തോടെ പറഞ്ഞിട്ട് മുന്നോട്ട് നടത്തതും കണ്ണു നിറച്ച് അവളും പിന്നാലെ ചെന്നു അവനൊപ്പം. പോയ അത്ര തെളിച്ചമില്ലാതെ ഗൗതമനൊപ്പം വീട്ടിലേക്ക് കയറി വന്ന പൂജയിലേക്ക് സുജയുടെ കണ്ണുകൾ നീണ്ടു. അവരുടെ ഉള്ളിൽ അവളുടെ മുഖം കണ്ട് പേടിയാണ് തോന്നിയത്. ഇനി പോകുന്ന വഴി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്ത് കാണുമോ? അതാണോ അവളുടെ മുഖത്ത് ഒരു വാട്ടം? മറ്റൊരു ചെറുക്കൻ്റെ കൂടെ ഒരു തെണ്ടി നടന്നതാണെന്നൊക്കെ ആളുകൾ ഒരുപാട് കഥകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമെങ്കിലും സ്വന്തം ഭാര്യയെ പറ്റി മറ്റൊരാൾ മോശമായി എന്തെങ്കിലും പറഞ്ഞാൽ ആണുങ്ങൾക്ക് കേട്ടു നിൽക്കാൻ അത്ര സുഖം തോന്നില്ല. ഗൗതം അവളെ അതിൻ്റെ പേരിൽ എന്തെങ്കിലും. സുജ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാട് കയറി ചിന്തിച്ചു കൂട്ടി. പ്രായത്തിൻ്റെ എടുത്തുചാട്ടം കൊണ്ട് അവൾക്കൊരു തെറ്റ് പറ്റിയതാണെന്ന് അറിയാമെങ്കിലും അവളുടെ ജീവിതം ഓർക്കുമ്പോൾ എന്നും നെഞ്ചിൽ തീയാണ്. പെൺകുട്ടിയാണ്. ചെറിയൊരു കാര്യം പോലും അവളുടെ ജീവിതത്തിലുടനീളം അതൊരു സ്വസ്ഥതയില്ലായ്മയും സമാധാനക്കേടുമായി മാറും. അമ്മേ, പൂജയുടെ ശബ്ദമാണ് അവരെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. മക്കൾ വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. നിങ്ങളെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ഏട്ടൻ ഇപ്പോൾ കൂടി പറഞ്ഞതേയുള്ളൂ. കൂടുതലൊന്നും പോയതിനെപ്പറ്റി ചോദിക്കാതെ അത്രയും പറഞ്ഞിട്ട് സുജ അകത്തേക്ക്. പിന്നാലെ അവരും കയറി. ഉച്ചയ്ക്ക് ചോറിന് വിഭവസമൃദ്ധമായ കറികൾ തന്നെയാണ് പൂജയുടെ വീട്ടുകാർ അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചത്. ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ വിരുന്നിന് വന്നതല്ലേ. ഗൗതമാണിൽ വലിയ സ്ഥിതിയിലുള്ള വീട്ടിലെ പയ്യനും. ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ലെന്ന് പ്രേമം പ്രത്യേകം സുജയെ വിളിച്ചു പറഞ്ഞിരുന്നു. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ ഉറപ്പായും വന്നേനെ. കൈ കഴുകി വന്നിരുന്നതും സുജ 2 പേർക്കും കഴിക്കാൻ വിളമ്പിക്കൊടുത്തു. മോൻ്റെ ശീലങ്ങളൊന്നും അമ്മയ്ക്കറിയില്ല കേട്ടോ. ഇവൾ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു. ഇവൾ പറഞ്ഞത് വെച്ചാൽ ഞാൻ ഓരോന്നുണ്ടാക്കിയത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണേ മോനെ. മുൻകൂറായി സുജ പറഞ്ഞതും ഗൗതം ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അവനറിയാം പൂജയ്ക്ക് തൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ലെന്ന്. രാവിലത്തെ അവരുടെ ഭക്ഷണം അവനിഷ്ടമായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് അവന് സുജയെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഒരു പാവം നാട്ടൻ പുറംകാരി.
അവരുടെ സംസാരവും രീതിയും പൂർണ്ണമായും കുടുംബവും കുട്ടികളുമായി ജീവിക്കുന്ന ഒരു സ്ത്രീയുടേതായിരുന്നു. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കി എല്ലാം ചെയ്യാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പൂജയും സുജയും തമ്മിൽ ഈ കല്യാണത്തോടെ അകന്നു പോയതാവും. വീട്ടിലേക്ക് പോലും അവൾ വിളിക്കുന്നത് ചുരുക്കമല്ലേ, അതും തൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം. ആകെ ഒരു പെൺകുട്ടിയല്ലേ, അവൾ ഒരിക്കലും മറ്റൊരു കാരണം കൊണ്ട് ഇവിടെ നിന്ന് അകലാൻ വഴിയില്ല. മോൻ കഴിക്കുന്നില്ലേ? പൂജ ഇതേ കഴിച്ചു തുടങ്ങി. സുജ പറഞ്ഞത് ശരിയായിരുന്നു. പൂജ ഒന്നും മിണ്ടാതെ കഴിച്ചു തുടങ്ങിയിരുന്നു. അവൾ ശ്രദ്ധയോ നോട്ടമോ ഇങ്ങോട്ടില്ല. പൂർണ്ണമായും കഴിക്കുന്നതിൽ തന്നെയാണ്. നിങ്ങൾ എന്തേലും മിണ്ടിയും പറഞ്ഞ് കഴിക്കുക, ഞാനിപ്പോൾ വരാം. അല്ലമ്മേ, അച്ഛനെവിടെ? കഴിക്കാൻ നിന്നപ്പോൾ അച്ഛൻ്റെ കാര്യം വിട്ടുപോയി. പൂജ പോലും അച്ഛനെ ഒന്ന് തിരക്കിയില്ല. ഗൗതം സ്നേഹവും കരുതലും ഉള്ളവനാ. സുജയ്ക്ക് അവന് മാർക്കിടാൻ അത് തന്നെ ധാരാളമായിരുന്നു. അച്ഛൻ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വിളിച്ചിട്ട് ചക്ക ഇടാൻ പോയേക്കുക. അവിടുത്തെ പ്ലാവിലെ ചക്കയ്ക്ക് നല്ല രുചിയാണ്. നിങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോഴേ തീരുമാനിച്ചതാ ചക്കയിടുന്ന കാര്യം. സുജ പെട്ടെന്ന് ഗൗതമിനെ നോക്കി പറഞ്ഞു. എനിക്ക് ഈ ചക്കയും കാപ്പയുമൊക്കെ വലിയ ഇഷ്ടമാണ്. അവിടെ നമ്മുടെ വീട്ടിൽ ആർക്കും അത്ര വലിയ താല്പര്യമില്ല. ഇതൊന്നും ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും വെക്കുന്നതൊക്കെ കുറവാണ്. ആണോ? ഇവിടേക്ക് കിട്ടാനാ പാട്. ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്നും മിക്കവാറും വെക്കും. ഞങ്ങൾക്കിവിടെ വലിയ ഇഷ്ടമാണ്. ഇനി ഇതൊക്കെ അവിടുന്ന് കൊണ്ടുവരാമല്ലോ. ഇടയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരാം. ഗൗതം പറഞ്ഞതും അത്രയും നേരം ഒന്നും മിണ്ടാതെ നിന്ന് പൂജ തലയുയർത്തി അവനെ നോക്കി. എന്നാൽ പിന്നെ ഇവിടെ തന്നെ കിടന്നു എന്നൊരു ഭാവമായിരുന്നു അവളുടെ മുഖത്ത്. സുജയ്ക്ക് അവളുടെ മുഖഭാവവും നോട്ടവും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊന്നും അവൾക്കത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഗൗതമിൻ്റെ സ്നേഹം കണ്ടപ്പോൾ അതൊന്നും അവർ കാര്യമാക്കാനും പോയില്ല. നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടി. ഇനി അവളായി അത് നശിപ്പിക്കരുതെന്ന ആഗ്രഹം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. വരുത്തി വെച്ച നാണക്കേടൊക്കെ എങ്ങനെയെങ്കിലും തേഞ്ഞു മാഞ്ഞു പോകും അതോടെ. വിരുന്നൊക്കെ കഴിഞ്ഞ് പൂജയും ഗൗതവും തിരികെ അവൻ്റെ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ്. പൂജയ്ക്ക് എത്രയും വേഗം തിരികെ പോകണമെന്നേ ഉള്ളൂ. സ്വന്തം വീടാണെങ്കിലും അവൾക്കിപ്പോൾ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും വല്ലാത്തൊരു ശ്വാസമുട്ടലാണ്. തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടത് ഇവിടെ വെച്ചാണെന്നുള്ള തോന്നലിൽ അവിടെ തന്നെ വെറുത്തു പോയവൾ. ഗൗതം അടുത്തുള്ള ഓരോ നിമിഷവും ആ വെറുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് പോകുന്നതിൽ സങ്കടമില്ലാത്ത ഒരുത്തിയെ ഞാൻ ആദ്യമായി കാണുകയാണ്. പേഴ്സെടുത്ത് പോക്കറ്റിലേക്ക് വെക്കുന്നതിനിടയിൽ പൂജയെ ഒന്ന് ഏറുകണ്ടിട്ട് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ മുഖം മാറുന്നത് അവൻ കണ്ടു. നിങ്ങൾക്കിപ്പോൾ എന്താ? ഞാനിവിടെ നിൽക്കണോ? നിൽക്കാം, എത്ര കാലം വേണേലും നിന്നോളാം. എന്നിട്ട് നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഇടുപ്പിൽ 2 കൈവച്ച് അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ടാണ് അവൻ ചോദിക്കുന്നത്. അവൻ്റെ മുഖഭാവത്തിൽ ഗൗരവമേറി. അതൊക്കെ എന്തിനാ നിങ്ങളറിയുന്നത്? നിങ്ങൾക്ക് ഞാനിവിടെ നിന്നാൽ പോരെ? ഞാനിവിടെ നിന്നിട്ട് എന്തേലും ചെയ്തോളാം. പിന്നെ ഇങ്ങോട്ട് തിരക്കി വരാതെ ഇരുന്നാൽ മതി. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പൂജ ദേഷ്യത്തോടെ പറഞ്ഞതും ഗൗതം അവൾക്കടുത്തേക്ക് പതിയെ ചുവട് വെച്ചു. എന്താ? നിങ്ങൾ എങ്ങോട്ടാ ഈ കയറി പോകുന്നത്? അവൾ പേടിയോടെ കുറച്ച് പുറകിലേക്ക് നീങ്ങി. അവനൊന്നും മിണ്ടുന്നില്ല. അവൾക്കടുത്തേക്ക് വന്ന് നിന്നിട്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ്റെ നോട്ടത്തിൽ അവൾക്ക് ചെറിയ പേടി തോന്നി. നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിനക്ക് അവൻ്റെ കൂടെ പോകാനുള്ള അവസരം നിൻ്റെ കെട്ടിയോനായ ഞാൻ തന്നെ ഉണ്ടാക്കിത്തരണം അല്ലേടി? ഗൗതം അവളുടെ 2 തോളിലും പിടിച്ച് അലറും പോലെയാണ് ചോദിച്ചത്. വാതിൽ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് റൂമിന് പുറത്തേക്ക് ശബ്ദം അങ്ങനെ പോകില്ല. പൂജ ഞെട്ടിത്തുറച്ച് അവനെ നോക്കി. അവളുടെ നെഞ്ച് അതിവേഗം ഉയർന്നു താഴുന്നുണ്ട്. അവന് മുന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ മാത്രം മതിയെന്ന് അവൾക്ക് ഈ നിമിഷമുള്ളൂ. പലപ്പോഴും അവൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ പോകരുതെന്ന് കരുതി മാറി നിൽക്കുന്നതും ഇതുകൊണ്ടാണ്. ഗൗതമിനെ പൂജയ്ക്ക് ഭയമുണ്ട്. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച സ്വഭാവമാണ് ആ നേരത്ത്. എന്താ ചെയ്യുന്നതെന്ന് പറയാൻ കഴിയില്ല. എന്താടി ഇങ്ങനെ തുറച്ചു നോക്കുന്ന നീ? എന്നെ നീ ഇതുവരെ കണ്ടിട്ടില്ലേ? അവളോട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അവളെയും കിരണിനെയും ഒരുമിച്ച് കണ്ടതായിരുന്നു അവൻ്റെ മനസ്സിൽ. അതവൻ്റെ ദേഷ്യം കൂട്ടിയതേയുള്ളൂ. അത് ഇങ്ങനെ മനസ്സിലേക്ക് തികട്ടി വരും തോറും വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മനസ്സിൽ ഇങ്ങനെ കിടന്നത് അവളുടെ സംസാരം കൊണ്ടാണ്. വീണ്ടും അവൾ തന്നെ വിട്ട് കിരണിൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള ചിന്ത പോലും അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും മനസ്സ് പല വിധത്തിൽ ചിന്തിച്ചു കൂട്ടുന്നു. എൻ്റെ ദേഹത്ത് നിന്ന് കൈയെടുത്തേ. കണ്ണടച്ചു നിന്ന് തൻ്റെ മനസ്സ് നിയന്ത്രിക്കുന്നവനെ കണ്ട് അവനൊന്ന് അടങ്ങിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂജ പെട്ടെന്ന് പറഞ്ഞു. ഗൗതം പെട്ടെന്ന് കണ്ണു തുറന്ന് അവളെ നോക്കി പല്ല് കടിക്കുന്നുണ്ട്. അവൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന സമയമായിരുന്നു. എന്തെങ്കിലും കൂടുതൽ പറഞ്ഞാൽ താൻ അവളെ എന്തെങ്കിലും ചെയ്തു പോകുമെന്നുള്ള ഭയം അവനിലുള്ളവെടുത്തു. ഇറങ്ങിപ്പോടി എൻ്റെ മുന്നിൽ നിന്ന്. ഗൗതമിൻ്റെ ശബ്ദമുയർന്നതും പൂജ പേടിയോടെ ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി. തുടരും. അടുത്ത പാട്ട് നാളെ ഇടാം. ഇനി ഡെയിലി ഇട്ടോളാം.
എന്തോ ഇടാൻ വരുമ്പോൾ ഓരോ മടിയൊക്കെ പിടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ട് വൈകുന്നതാണ്. സോറി. വായിച്ചിട്ട് കമൻ്റ് ഇടണം.